മലയാളം കണ്ട എക്കാലത്തെയും മികച്ച നടനാണ് മോഹൻലാൽ. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് ചില തിരിച്ചടികൾ കിട്ടിയോ എന്നൊരു സംശയമുണ്ട്. പൊതുവെ അദ്ദേഹത്തിൻ്റെ ചില സിനിമകൾ അങ്ങനെ വിജയിച്ച് കാണുന്നില്ല. അദ്ദേഹം ഒരു മടങ്ങിവരവ്, മോഹൻലാലിൻ്റെ ഒരു തിരിച്ചുവരവ് മലയാള സിനിമയിൽ ഉണ്ടാകും. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അങ്ങനെ മോഹൻലാൽ അങ്ങനെ വലിയ തിരിച്ചടി വന്നെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. മോഹൻലാൽ നേര് ഭയങ്കര ഹിറ്റായി, ഹ്യൂജ് ഹിറ്റായി പോയൊരു പടമാണ് അടുത്ത കാലത്ത് വന്നതിൽ. അല്ലാതെ എല്ലാ പടവും മൂക്കും കുത്തി വീണിട്ടൊന്നുമില്ല. പിന്നെ ഈ പടങ്ങളെല്ലാം മോഹൻലാലിനെ കൊണ്ടല്ലല്ലോ ഓടുന്നത്. ഒരു പടം ഹിറ്റാവുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റ്, അതിൻ്റെ ഡയറക്ഷൻ, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്ക്രിപ്റ്റും നല്ല ഡയറക്ടറും ആയി വന്നത് നേര് വിജയിക്കുന്നു. ആ കഥയ്ക്കൊരു പുതുമയുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം വന്ന സിനിമകൾ ഇപ്പം ഉദാഹരണമായിട്ട് ഒന്ന് പറയുന്നത് മലൈക്കോട്ടെ വാലിബനാണ്. അതിന് തൊട്ട് മുമ്പ് മലൈക്കോട്ടെ വാലിബൻ പിന്നെ ആസ്വദിക്കാതെ പോയത് മലയാളിയുടെ സെൻസിബിലിറ്റിയുടെ പ്രശ്നമാണ്, മോഹൻലാലിൻ്റെ പ്രശ്നമല്ല. മോഹൻലാൽ വളരെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ലിജോ ജോസ് പല്ലിശ്ശേരി വളരെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ദേവദൂതനൊക്കെ പറയുന്ന പോലെ 10 വർഷം കഴിഞ്ഞിട്ട് ഒത്തിട്ട മലയാളി ഒരു ഗംഭീര പടമായിരുന്നു, അന്ന് നമ്മൾ അംഗീകരിച്ചില്ല എന്ന് പറയുന്ന സിനിമയാണ്. അതെ, ദേവദൂതനെ അംഗീകരിക്കാൻ 20 കൊല്ലം അങ്ങനെ പറയുന്ന ഒരു സിനിമയാണ്. കാരണം അത് ഒരു കോമ്പിനേഷൻ, ലിജോയുടെയും മോഹൻലാലിൻ്റെയും കോമ്പിനേഷനാണ്. ലിജോയുടെയും മോഹൻലാലിൻ്റെയും കോമ്പിനേഷൻ വരുമ്പോൾ ലിജോ വളരെ പവർഫുൾ ആയിട്ടുള്ള സംവിധായകനാണ്. അപ്പം ലിജോ തന്നെയാണ് സംവിധായകൻ്റെ കലയാണ് സിനിമ. ലിജോയുടെ സിനിമയാണത്, മോഹൻലാൽ അഭിനയിക്കുന്നുള്ളൂ. ഇവർ മോഹൻലാൽ മുണ്ട് വാടിക്കുത്തി മറ്റേ സംഭവം കാണിക്കും, അത് മാത്രമേ ഉണ്ടാവും ചോദിച്ചു. അത് അതിന് കൂടുതൽ സിനിമയിലുണ്ട്. പിന്നെ അവരുടെ പ്രശ്നം എന്താ, അവർ പറയുന്നത് വെച്ചാൽ മോഹൻലാൽ നാടകത്തിൻ്റെ രൂപത്തിൽ അഭിനയിച്ചു. ഒരു നാടകക്കാരിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സീന്, നാടകവുമായിട്ട് ബന്ധപ്പെട്ട സീന് നാടകക്കാരിയായിട്ട് ആ രീതിയിൽ അതിനെ അവതരിപ്പിക്കുക എന്നുള്ളത് പിന്നെ യുക്തിസഹമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ല നാടകക്കാരിൻ്റെ അടുത്ത് പോയിട്ട് ഹലോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ മണ്ടന്മാർ വിചാരിക്കുന്നത്, ഈ മണ്ടന്മാർക്ക് മനസ്സിലായി അത് നാടകമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഇപ്പം ഏത് നിങ്ങൾ പത്രക്കാർ നിരന്തരം പറയുന്നില്ലേ തീർച്ചയായും നികേഷ് എന്നൊക്കെ. നിങ്ങൾ പത്രക്കാരെ ഈ ലൈവ് റിപ്പോർട്ടിങ് നോക്കിയാൽ മതി. ഈ ചില വേർഡ്സ് കൃത്യമായിട്ട് വരും, നമ്മൾ മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുപോലെ തന്നെ നാടകക്കാരന് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെ നാടകക്കാരി സംസാരിക്കുമ്പോൾ അവർക്ക് അത്തരം ടോൺസ് വരും, അത്തരം ഭാവഹാവാദികൾ വരും. സ്ക്രിപ്റ്റും അങ്ങനെ ആയിരിക്കും. സ്ക്രിപ്റ്റും അങ്ങനെ തന്നെ ആയിരിക്കും. അത് ബോധപൂർവം ചെയ്യുന്നതാണ്, മണ്ടന്മാർക്ക് മനസ്സിലുണ്ട്. എന്നിട്ട് ഇതെന്താ തല്ലിപ്പൊളി സിനിമ, കാരണം ഇവരെന്താ സിനിമ പ്രതീക്ഷ. പിന്നെ ലിജോയുടെ പടമാണ്, ലിജോയുടെ ഏറ്റവും നല്ല പടങ്ങളൊന്നാണ്. അപ്പോൾ ഈ മോഹൻലാൽ വന്നപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ലിജോയുടെ സിനിമ വന്നാൽ മോഹൻലാലിനൊന്ന് ആക്കാം എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്തു, ആ സിനിമയെ പറ്റി ഭയങ്കര മോശമായിപ്പോയി. ബാക്കി ലിജോയുടെ സിനിമകളൊക്കെ ഗംഭീര സിനിമകൾ, ലിജോയുടെ ഏറ്റവും നല്ല സിനിമകളൊന്നാണ്. നിങ്ങൾ നോക്കിയോ, ഇത് 10 വർഷം കഴിയുന്ന ആളുകൾ തന്നെ രണ്ടാമത് തിയേറ്ററിലിട്ട് കാണിക്കും. അതാ മുമ്പ് കഴിയും ഞങ്ങൾ തെറ്റ് ചെയ്തു നോക്കി. അതാണ് അതിൻ്റെ. അപ്പം മോഹൻലാൽ ശരിക്കും അങ്ങനെ പരാജയം വന്നിട്ടില്ല. ഇത് ഏതെങ്കിലും 1-2 പടം വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് അതിൻ്റെ റിവ്യൂ പറയുമ്പോഴേക്ക് ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ അതങ്ങ് ഏറ്റുപോയി ട്രെൻഡാക്കി മാറ്റും. അത് പുതിയ രീതിയാണ്. ഇതിന് പുറകിലൊരു രാഷ്ട്രീയമുണ്ട്. അതായത് മോഹൻലാൽ അടുത്ത കാലത്തായിട്ട് BJPയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നു എന്നൊരു അങ്ങനെ ഒരു വാർത്ത പരന്നിരുന്നു. അദ്ദേഹം ഒരു തവണ പ്രധാനമന്ത്രി പോയി കാണുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം പൊതുവെ മോഹൻലാലിനെതിരെ അത്തരത്തിലുള്ള ചില നരേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്താണ് അങ്ങനെ ഇതിന് പുറകിലൊരു പൊളിറ്റിക്സ് ഉണ്ടോ? ഇതിന് ഓപ്പോസിറ്റാണ്. അതിൻ്റെ മുമ്പ് ഞാൻ കാര്യം പറയും. ഇപ്പോൾ മോഹൻലാലിന് പൊളിറ്റിക്സ്, മോഹൻലാൽ MG കോളേജിൽ പഠിക്കുമ്പോൾ മോഹൻലാൽ SFI മോഹൻലാൽ തന്നെ അതേപറ്റി പറഞ്ഞു ഏറ്റവും കൂടുതൽ സമരം ചെയ്യുക SFI-യാണ്. അതുകൊണ്ട് മൂപ്പര് ഒരു എന്താ പറയുക ഒരു നോട്ടി ബോയ് ആയിരുന്നു. അപ്പോൾ മൂപ്പര് SFI-ൻ്റെ ഭാഗമായിരുന്നു. അതെ, മോഹൻലാലിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ നോക്കിയാൽ പോലെ ഒരു കോൺഗ്രസ് ഒരു അമ്മാമാർക്കൊക്കെ RSS ഒക്കെ ആയിട്ട് ബന്ധമുണ്ടാവും ഉണ്ടെന്നായിരുന്നു എനിക്ക് തോന്നുന്നു. പണ്ട് സത്യാനന്ദ മൂർത്തി നമ്മുടെ നിലക്കൽ സമരം നടത്തിയ സ്വാമിയുടെ വരുന്ന നമ്മുടെ സത്യാനന്ദ സരസ്വതി സ്വാമി സ്വാമി പണ്ട് ഞാൻ കേട്ടത് പിന്നെ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം വരെ ഒരു യാത്രയാണ്, കാൽനട യാത്ര. ആ കാൽനട യാത്രയിൽ അവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ പങ്കെടുത്ത ആളാണ് മോഹൻലാൽ. എനിക്ക് മോഹൻലാലിനെ അമ്മാവനാരോ ആ സ്വാമിയായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ മോഹൻലാൽ അന്നേ ഒരു ഡെയർ ഡെവിളാണ്. മോഹൻലാൽ നല്ല വിശ്വാസിയാണ്, കരുണാകരൻ നല്ല വിശ്വാസിയായി. നിങ്ങൾക്ക് എന്താ അവരുടെ പേഴ്സണൽ കാര്യമല്ല. 2 മോഡിനെ അദ്ദേഹം പോയി കണ്ടു എന്ന് പറയുന്നു. മോഡി ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. മോഡി വിളിച്ച് അവിടെ ഏത് മത നേതാക്കന്മാരാണ് പോകാതിരിക്കുക? നിങ്ങൾ ഈ പറയുന്ന ഈ കുറ്റം പറയുന്നത് PFI-ക്കാർ പോലും മോഡി ഒരു മീറ്റിംഗ് വിളിച്ചാൽ പോകില്ല. പിന്നെ മോഹൻലാൽ പോയാൽ നിങ്ങൾക്ക് എന്താ? പിന്നെ മോഹൻലാൽ നല്ല ഹിന്ദുമത വിശ്വാസിയാണ്, മോഡി നല്ല ഹിന്ദുമത വിശ്വാസിയാണ്. BJP പ്രസിഡൻ്റായിട്ടല്ലല്ലോ മോഡി വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ വിളിച്ചാൽ RSS കാണാൻ പോകില്ലേ? എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ RSS ഇഷ്ടമാണോ? ഇല്ല, നിങ്ങൾക്കറിയാം. മുഖ്യമന്ത്രി, അത് അത്രേ ഉള്ളൂ. അത് ഇതിൻ്റെ കാര്യം വെച്ചാൽ മോഹൻലാലിൻ്റെ ഫാൻസ് അധികം എല്ലാവരും. അതിപ്പോൾ എനിക്ക് മോഹൻലാലിന് ഇഷ്ടമാണ്.
അപ്പം അതേസമയം തന്നെ മമ്മൂക്കാനെ ഇഷ്ടമാണ്. ഇതിൽ നമ്മളൊരു ഹ്യൂജ് ഫാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുഴക്കുന്ന ഉത്തരമായി. അപ്പം ഈ മോഹൻലാൽ ഫാൻസ് പക്ഷേ നിങ്ങൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാൽ ഫാൻസ് കൂടുതലും ഹിന്ദുസ് ആയിരിക്കും. പിന്നെ ഈ പറയുന്നതിനെ മാതിരി ഈ സൗത്തിലോട്ട് മോഹൻലാൽ ഫാൻസ് കൂടുതലായിരിക്കും. മലബാറിൽ മമ്മൂക്ക ഫാൻസാണ് കൂടുതൽ. അതൊന്നും ഒന്നും കൊണ്ടല്ല, ആളുകൾക്ക് പെട്ടെന്ന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന പേര് അങ്ങനെയുള്ളൂ. അവരവതരിച്ചപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു മുസ്ലിം എനിക്കറിയാം, അയാൾ CPM തന്നെ, അയാൾ ഭയങ്കര മോഹൻലാൽ ഫാനാണ്. അപ്പം എൻ്റെ നാട്ടിൽ തന്നെ വേറൊരു മാരാർ കുടുംബമുണ്ട്, വലിയ കേരളത്തിലെ വളരെ കർണാടകയൊക്കെ ആയിട്ട് ബന്ധമുള്ള. ആ കുടുംബത്തിലുള്ള എല്ലാവരും ഭയങ്കര മമ്മൂട്ടി ഫാൻസ്. അപ്പോൾ മമ്മൂട്ടി ഫാൻ മോഹൻലാൽ പെണ്ണുങ്ങളെ പിന്നാലാണ്. അവിടുത്തെ ചേച്ചിമാർ എൻ്റെ സുഹൃത്തുക്കളാണ്. അത് ചോദിച്ചാൽ എന്താ മോഹൻലാൽ ഈ പെണ്ണുങ്ങളെ പിന്നാലെ നടക്കും, മമ്മൂട്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയും, മര്യാദക്കാരനാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പൊതുവെ ഒരു അമ്പലപ്പം പോയി പ്രോഗ്രാം ചെയ്യുമ്പോൾ ലാലേട്ടൻ്റെ പാട്ട് കാണാം, മമ്മൂക്കായുടെ പാട്ട് കാണാം. സൗത്തിൽ ചോദിച്ചാൽ പറയും ലാലേട്ടൻ്റെ പാട്ട്. ഞാൻ കേട്ടിട്ടുണ്ട് വെള്ളാനി ക്ഷേത്ര ഉത്സവം നടക്കുമ്പോൾ ഗിന്നസ് എന്താ ഒരു പക്കുവല്ല വേറൊരാൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾ ലാലേട്ടൻ വേണം മമ്മൂക്കാന്ന് ചോദിച്ചപ്പോൾ ലാലേട്ടൻ എന്ന് വിളിച്ചത്, മമ്മൂക്ക ആരും പറയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഏരിയ അങ്ങനെയാണ്. കല്ലൂർ പഞ്ചായത്താണ്, BJPയുടെ പഞ്ചായത്താണ്, സ്വാഭാവികമായിട്ടും ഏത് തരം കോൺസെൻട്രേഷൻ ഉള്ളത്. ഇപ്പം മലപ്പുറത്ത് പോയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ എന്തുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ നാട്ട് കോഴിക്കോട് ബാലുശ്ശേരിൻ്റെ രണ്ടും നമ്മൾ ഒരേപോലെ ഉള്ളതാണ്, രണ്ടുപേർക്കും ഫാൻസ് ഉണ്ട്. ഇപ്പോൾ മലപ്പുറത്ത് ചില ഏരിയ പോയി കഴിഞ്ഞാൽ അവർ മമ്മൂക്ക എന്ന് പറയും. അതങ്ങനെയാണ്. അതെല്ലാ ഏരിയയിലുള്ള ചില ഏരിയകൾ അത് ആളുകൾ അത് നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല. അപ്പം ഈ മോഡീൻ്റെ 2 ക്ഷണങ്ങൾ ഇദ്ദേഹം നിരസിച്ചല്ല, അദ്ദേഹം പോകാൻ പറ്റിയില്ല, ഷൂട്ടും തിരക്കും കാര്യങ്ങളൊക്കെ. മോഡിക്ക് അത് മനസ്സിലായി. പക്ഷെ ഇവിടെയുള്ള പല താഴെത്തട്ടിലുള്ള BJPക്കാർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അവർ പണ്ടത്തെ പോലെ ലാൽസാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം മോഹൻലാലിനെ മോഡീൻ്റെ ക്ഷണം നിരസിച്ചല്ല, ലാൽസാന് തിരക്കായതുകൊണ്ട് ലാൽസാനെ പോയില്ല എന്ന്. അപ്പം ഇങ്ങനെ ഒരു അപ്പോൾ അദ്ദേഹത്തിനത് ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പം കട്ടയ്ക്ക് ഇപ്പം കൂടെ നിൽക്കുന്ന പല ആളുകളും ഇതൊക്കെ ഇതിപ്പോൾ ലാൽസാനെ ബാധിക്കുന്നില്ല, മറ്റാരെയും ബാധിക്കുന്നില്ല. ഇതാരെയാണ് ബാധിക്കുന്നത്? ഈ താഴെത്തട്ടിൽ ഈ യൂട്യൂബ് നോക്കിയിരിക്കുന്ന ആളുകളെയാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കിയിരിക്കുന്ന ആളുകൾ. അവിടെ അദ്ദേഹത്തിന് ഡിഫൻസ് ചെയ്യേണ്ടിയിരുന്ന കുറേ ആളുകൾ ഇപ്പം മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഫീൽ ഉണ്ടാവുകയാണ്, അയ്യോ ലാലേട്ടൻ. പിന്നെ കുറേ ഒപ്പീനിയൻ മേക്കേഴ്സായിട്ട് ആളുകൾ, കുറേ സിനിമാ നിരൂപകർ, ഇവരൊക്കെ തന്നെ ഏതെങ്കിലും ഒരു ട്രെൻഡ് അനുസരിച്ച് കാണും. മോഹൻലാലിൻ്റെ ജീവിതത്തിന് മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ബാലേട്ടൻ വരുന്നവരെ, ഒന്നാമൻ തൊട്ട് ബാലേട്ടൻ വരെയുള്ള ഘട്ടത്തിൽ മോഹൻലാലിൻ്റെ സിനിമകൾ നിരന്തരം പൊട്ടിക്കൊണ്ടിരുന്നു. കാരണം എല്ലാ സിനിമകളും ടൈപ്പ് കാസ്റ്റ് ആയിരുന്നു, അതാണ് മീശ പിടിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ്. പിന്നെ അങ്ങനെയാണ് ബാലേട്ടൻ വന്നപ്പോൾ മോഹൻലാൽ റീബൗണ്ട് ചെയ്തു. ഇതൊക്കെ മോഹൻലാലിൻ്റെ മമ്മൂക്കാൻ്റെ പിന്നെ സിനിമാ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിട്ടുണ്ട്. ജയറാമിന് ഇത് തന്നെയാണ് പണി. മമ്മൂക്കയ്ക്ക് കൂടുതലാണ്. നമുക്ക് ഇടയ്ക്ക് ഭയങ്കരമായിട്ട് പോകും, പിന്നെ ഭയങ്കരമായിട്ട് കയറി വരും. ലാൽസാറിന് അത്ര ഉണ്ടാവില്ല, ഒരു 4-5 സിനിമകൾ കഴിയുമ്പോൾ ലാൽസാറിനൊക്കെ കയറി വരും. അപ്പോൾ ഇതൊന്നും വലിയ കാര്യം തന്നെ. ഇത് പത്രക്കാരൊക്കെ ചർച്ച ചെയ്ത് ഒരു വിഷയം കൊണ്ട് ആക്കുന്നതാണ്. അപ്പോൾ ലാൽസാറിന് ഇനി വരാൻ പോകുന്നത് ലൂസിഫറാണ്. ലൂസിഫർ എനിക്ക് തോന്നുന്നു ഒരു ഹ്യൂജ് ഹിറ്റായി മാറാൻ സാധ്യതയുണ്ട്. കാരണം ആളുകൾക്ക് ഈ പറഞ്ഞ ഹോളിവുഡ് ടൈപ്പ് സിനിമകൾ ഭയങ്കരമാണ് ഇഷ്ടമാണ്. പൃഥ്വിരാജ് ആ രീതിയിലാണ് ആ സിനിമ ചെയ്തതെന്ന് തോന്നുന്നു. അപ്പം ഇതൊക്കെ ഇടക്കാലത്ത് വരുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ എനിക്ക് ആകെപ്പാടെ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടന്മാരെ ഇഷ്ടപ്പെടുന്ന അല്ലാതെ കുറേ ആളുകളുണ്ട്. അത് ഹിന്ദുക്കളിലുണ്ട്, മുസ്ലിങ്ങളിലുണ്ട്. അതിൽ മുസ്ലിങ്ങളിലുള്ള കുറേ ആളുകൾ ഇപ്പം ഭയങ്കര ലാൽസാറിനെ സപ്പോർട്ടേഴ്സായിട്ട് മാറിയിട്ടുണ്ട്. അത് ഞാൻ പോസിറ്റീവായി കരുതുന്നു. മോഡിയുടെ ക്ഷണം നിരസിച്ചുകൊണ്ടായി. നാളെ അവരുടെ കൂട്ടത്തിൽ ഒരു ആർട്ടിക്കിളെ കണ്ടു, നൃത്തത്തിലെ ലാൽ വൈബ് എന്നൊക്കെ പറഞ്ഞു. ഇവന്മാർ മമ്മൂട്ടിനെ പറ്റി നല്ലത് പറയാനും മോഹൻലാലിനെ പറയാൻ ഇവർക്ക് സിനിമ ഹറാമാണ്. പക്ഷെ ഇപ്പം മോഹൻലാലിനെ പറ്റി നല്ലത് പറയുന്നു. മോഹൻലാലിനെ പറ്റി നല്ലത് പറയുന്ന ഇവന്മാരുടെ സിനിമ കാണുമ്പോൾ മമ്മൂക്കാനെ പറ്റിയൊക്കെ അവർ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. എന്തായാലും മോഹൻലാലിൻ്റെ അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ലൂസിഫറിൻ്റെ 2ാം ഭാഗമാണ് വരുന്നത്. അല്ലേ മോഹൻലാലെന്ന് അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അത്രയും ആയത്തിൽ വേരൂടിയിട്ടുള്ള താരങ്ങൾ. ഇപ്പം ദിലീപ് തന്നെ ആ കേസ് വന്നതുകൊണ്ടാണ്. ദിലീപ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല. ഇപ്പം നമുക്ക് ടെൻഷൻ ഏറ്റവും കൂടുതൽ കുറച്ച് തന്ന ആൾ ദിലീപാണ്. ഇപ്പോഴും ശൃംഗാരവേല അങ്ങനെയുള്ള സിനിമകൾ ഞാനൊക്കെ എടുത്ത് കാണുന്നതാണ്. അപ്പം ആ കേസ് വന്നുകൊണ്ട് മാത്രമാണ് ദിലീപ് താഴെപ്പോയത്. അതിൻ്റെ ഗ്രാഫും ഇടിഞ്ഞു. അത് ഭയങ്കര ദിലീപിൻ്റെ പ്രേക്ഷകരുടെ കുട്ടികളും സ്ത്രീകളുമാണ്. കുട്ടികളെ തിയേറ്ററിൽ കൊണ്ടുവന്ന സ്ത്രീകളാണ്. സ്ത്രീകൾ ഭയങ്കരമായിട്ട് ആ മീഡിയ പൊപ്പകാണ്ട എല്ലാം കൂടിയിട്ട്. അതല്ലെങ്കിൽ ദിലീപും ഈ പറയുന്നത് കത്തിക്കുക അങ്ങനെ എളുപ്പമൊന്നും. നസീർ സാറിന് തന്നെ പറ്റിയെന്ന്. നസീർ സാർ അന്ന് കോൺഗ്രസ്സിൽ പോയി, അന്ന് കുറച്ചുകൂടി രാഷ്ട്രീയമുള്ള സ്ഥലമാണ്. കോൺഗ്രസ്സിൽ പോയി കോൺഗ്രസിന് വേണ്ടി വോട്ടൊക്കെ കൊടുത്തത് CPM ഭയങ്കര മോശമായിട്ട് അദ്ദേഹത്തെ പറ്റി പറയുകയും അദ്ദേഹം സിനിമ ബഹിഷ്കരിക്കും. പിന്നെ അദ്ദേഹം കുറേ കാലം താരമായി നിന്നപ്പം ഈ ഇടതുപക്ഷക്കാർ സോക്കോൾഡ് ബുദ്ധിജീവികളൊക്കെ ഇയാൾക്ക് നിർത്തിപ്പോയിക്കൂടെ എന്നുള്ളത്. സത്യത്തിൽ
ഒരു നടൻ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ മമ്മൂക്ക ലാലൊക്കെ അൽസാദൊക്കെ എത്ര കാലമായി നിൽക്കുന്നു. അതെ. അപ്പം എന്നുള്ള അവരുടെ ഇഷ്ടമാണ്. പ്രേക്ഷകർക്ക് രുചിക്കുന്നില്ല, മടുക്കുന്നില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ്. പക്ഷേ ഈ പറയുന്ന അദ്ദേഹത്തിന് പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി നിന്ന സമയത്ത് അന്നത്തെ കാലഘട്ടത്തിലായതുകൊണ്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് നസീസ് അവസാന കാലത്ത് ചെറുതായിട്ട് മങ്ങിപ്പോയത്. ഇവരോ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റും. നിങ്ങൾ മമ്മൂക്കാൻ എത്രയാണോ പറഞ്ഞു വിടാൻ പറ്റും, നടന്നു. ബുദ്ധിമുട്ടാണ്. അത് നിങ്ങളെ ഒരു എന്താ പറയുക, നമ്മൾ മലയാളികളെ എങ്ങനെ ബാധിച്ചിരിക്കും. അല്ല, അതങ്ങനെയാണ്. ഇപ്പോൾ കൃഷ്ണൻ, അള്ളാഹു, ജീസസ് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളെവിടെയോ ഇഷ്ടവും നിങ്ങളെ ബഹുമാനവും എല്ലാം നേടി നിങ്ങളെ കൂടെ നിൽക്കുന്ന ആളാണ് മമ്മൂട്ടിയും മോഹൻലാലും. അവരെ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു വിടാനും പറ്റില്ല. പിന്നെ സുരേഷ് ഗോപിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മൂപ്പര് ഇടക്കാലത്ത് മൂപ്പര് തന്നെ ബ്രേക്ക് എടുക്കും. പിന്നെ ഈ പറയുന്നതിനെ ചില ക്യാരക്ടേഴ്സും ചൂസ് ചെയ്യുന്നത് ചിലപ്പോൾ അബദ്ധം പറ്റും. അതുകൊണ്ടാണ് മൂപ്പര് ചിലപ്പം ഇടയ്ക്ക് വിശ്രമം എടുക്കുന്നത്. അങ്ങേര് പക്ഷേ ജനങ്ങൾക്ക് അതായത് ഒഴിവാക്കാൻ പറ്റും. അത് മൂന്നാമത്തെ തിരിച്ചുവരവാണ് ഇപ്പോൾ. മോഡി ഷോപ്പ് ചെയ്യുമെന്ന് മാത്രമേ അറിഞ്ഞാൽ. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം മോഹൻലാലിൻ്റെ അടുത്തൊരു ഹിറ്റിലേക്കായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.